സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറിന്റെ അപ്ഗ്രേഡഡ് വെർഷനാണ് ഈ ഒരു പ്രോസസ്സർ. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറിന്റെ താഴെ വരുന്ന ഒരു പ്രോസസ്സർ കൂടിയാണ് ഈ ഒരു പ്രോസസ്സർ. പിന്നെ മിഡ് റേഞ്ച് അതുപോലെ തന്നെ അപ്പർ മിഡ് റേഞ്ച് സെഗ്മെന്റിലോട്ടൊക്കെ കുറെ AI ഫീച്ചേഴ്സ് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സർ കൂടിയാണ് ഈ ഒരു പ്രോസസ്സർ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് TSMCയുടെ 4nm പ്രോസസ്സറാണ്. നല്ലൊരു കാര്യമാണ്. 4nm പ്രോസസ്സർ ആകുമ്പോൾ അത്യാവശ്യം ബാറ്ററി എഫിഷ്യൻ്റ് ഒക്കെ ആയിരിക്കും. പിന്നെ ഒക്ടാ കോർ പ്രോസസ്സറാണ്, അതായത് 8 കോറുകൾ വരുന്നുണ്ട്. ഇതിൽ 2.5 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A720യുടെ ഒരു പ്രൈം കോറും പിന്നെ 2.4 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A720യുടെ 3 പെർഫോമൻസ് കോറുകളും വരുന്നുണ്ട്. പിന്നെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A520യുടെ 4 എഫിഷ്യൻസി കോറുകളും വരുന്നുണ്ട്. ഇപ്പം പഴയ സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CPU പെർഫോമൻസ് 20% ബെറ്റർ ആക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ GPUയുടെ കാര്യത്തിൽ അഡ്രീനോയുടെ GPU ആണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ഏത് GPU ആണ് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ചില റിപ്പോർട്ടുകൾ പറയുന്നത് 810 എന്നുള്ള GPU ആണ് ഇതിൽ വരുന്നത് എന്നാണ്. എന്തായാലും പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 40% ബെറ്റർ ആയിട്ടുള്ള GPU പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ അഡാപ്റ്റീവ് പെർഫോമൻസ് എഞ്ചിൻ 3.0 അതുപോലെ തന്നെ വേരിയബിൾ റേറ്റ് ഷെയ്ഡിംഗ് ഇതുപോലുള്ള പല കാര്യങ്ങളും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 12% ബെറ്റർ ആയിട്ടുള്ള പവർ എഫിഷ്യൻസി ഇതിൽ വരുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. LPDDR5ന്റെ 3200 MHz ക്ലോക്ക് ചെയ്യുന്ന റാം വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 16 GB റാം വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ LPDDR4Xന്റെ റാമും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ കോൾകോമിന്റെ Hexagon NPU ഇതിൽ വരുന്നതായിരിക്കും. എയുടെ കാര്യത്തിൽ പല AI ഫീച്ചേഴ്സും ഇതിൽ പുതുതായിട്ട് വരുന്നുണ്ട്. ഓൺ ഡിവൈസ് മൾട്ടി ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഇതുപോലുള്ള പല ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോൾ നോയ്സ് ക്യാൻസലേഷൻ പോലുള്ള പല AI ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 25,000 അതുപോലെ തന്നെ 25,000 രൂപയ്ക്ക് താഴെ വരുന്ന പല ഫോണുകളിലും ഇതുപോലെ പല AI ഫീച്ചേഴ്സും കാണാൻ കഴിയുന്നതായിരിക്കും. ബ്രാൻഡുകളും കൂടി ഈ ഒരു ഫീച്ചേഴ്സ് യൂസ് ചെയ്യണം. പിന്നെ AI ഫീച്ചേഴ്സ് പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 30% ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫുൾ HD+ ഡിസ്പ്ലേ വരെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 2K റെസൊല്യൂഷൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധിക ബ്രാൻഡുകളും ഫുൾ HD റെസൊല്യൂഷൻ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഫുൾ HD റെസൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 144 Hz റിഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഡിസ്പ്ലേയിൽ 10-bit ഡിസ്പ്ലേ HDR10 HDR10+ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ 12-bit സ്പെക്ട്ര ISP ആണ് ഇതിൽ വരുന്നത്. 200 മെഗാപിക്സലിലെ ക്യാമറ സെൻസർ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഡ്യുവൽ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 32+21 മെഗാപിക്സലിലെ ക്യാമറ സെൻസേഴ്സ് വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ട്രിപ്പിൾ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 21+21+21 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ 4K HDR വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മാക്സിമം 30 FPS സപ്പോർട്ട് ചെയ്യുക. 60 FPS സപ്പോർട്ട് ഇതിൽ വരുന്നില്ല 4Kയിൽ. പിന്നെ ബ്ലൂടൂത്ത് 5.4ന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. Wi-Fi 6യുടെ സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Sub-6 GHz 5Gയും അതുപോലെ തന്നെ mmWave 5Gയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഡൗൺലോഡ് സ്പീഡ് 2.9 GB/s വരെ എത്തുന്നതായിരിക്കും. പിന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിന്റെ കാര്യത്തിൽ കോൾകോം ചാർജ് 4+ന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല അപ്ഗ്രേഡ്സും വരുത്തിയിട്ടുണ്ട്. CPUന്റെ കാര്യത്തിലും GPUന്റെ കാര്യത്തിലും അതുപോലെ തന്നെ പവർ എഫിഷ്യൻസിയുടെ കാര്യത്തിലും എയുടെ കാര്യത്തിലും ഒക്കെ തന്നെ ഇതിൽ അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രോസസ്സറിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ തന്നെ നമുക്ക് പല AI ഫീച്ചേഴ്സും കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ ഇപ്പം സ്നാപ്ഡ്രാഗൺ 7 Gen 2 എന്ന പ്രോസസ്സർ 18,000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സർ നമുക്ക് ഒരു 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ മുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വരെ ഈ പ്രോസസ്സർ കണ്ടേക്കാം. ഈ ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വരെ ഈ ഒരു പ്രോസസ്സർ ഉപയോഗിച്ചേക്കാം. ഇപ്പോൾ 20,000 രൂപയ്ക്ക് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കും ഇത്. 25,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസ്സർ എന്നും പറയാവുന്നതാണ്. 25,000 രൂപയ്ക്ക് താഴെ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. 25,000 രൂപയ്ക്ക് മുകളിൽ തിരക്കുകളില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. പിന്നെ 30,000 രൂപയ്ക്ക് മുകളിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും ആയിരിക്കില്ല ഇത്. ഇനി ഏതൊക്കെ ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ ആദ്യം Redmi Note 14 Pro എന്ന ഫോണിൽ ഈ ഒരു പ്രോസസ്സർ വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ മറ്റു മിക്ക ബ്രാൻഡുകളും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന അവരുടെ ഫോണുകളും ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കൺഫർമേഷൻസ് ഇപ്പം പുറത്ത് വന്നിട്ടില്ല.
എന്തായാലും സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അപ്ഗ്രേഡ്സ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സറാണ്. പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 25,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയായിരിക്കും ഇത്. എന്തായാലും ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.